കണ്ടോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. ഇനി ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയ് കിരീടം ചൂടിയ അനുമോൾ എന്ത് കാട്ടിക്കൂട്ടിയാലും പുറത്ത് PR ഉണ്ടെങ്കിൽ കപ്പടിക്കാം എന്ന് തെളിയിച്ച് ഒട്ടുനില പോലും കാണിക്കാതെ വിജയെ പ്രഖ്യാപിച്ചത് ശരിയായ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അനുവിനിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബിനുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അനുമോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം രൂപയാണ് ബിനുവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 50,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എയർപോർട്ടിൽ വരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ അന്നത്തെ ദിവസം ബിനു മീഡിയക്കാർക്ക് കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ചോദിക്കുന്നതിന് കൊടുത്ത കുറച്ച് ചോദ്യങ്ങൾക്ക് അതിനകത്ത് ഈ പൈസയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ബിനു പറയുന്നത് അനു പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ എനിക്ക് തന്നിട്ടുള്ളത് 11,000 രൂപയാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് ബിനു പറയുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ആരാണ് ഇവിടെ കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത്? ജനങ്ങൾ ആകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ്. ഈ ബിനുവിന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത് ബിനു എല്ലാം കണ്ടയാണ്. ഈ അനു അവിടെ ഈ പറയുന്നതും പൈസയുടെ കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കുന്ന കണ്ടയാണ്. എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് പറയുമ്പോഴത്തേക്ക് അത് ജനങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ അത് തെറ്റിദ്ധരിക്കാനും വീണ്ടും ഈ കൊച്ചിനെ എടുത്ത് ഡിഗ്രേഡ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അലക്കാനുമുള്ള വകുപ്പാണ് ഇപ്പം ബിനു ഉണ്ടാക്കി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയാണ് ഇപ്പം അതിന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ വലിച്ചു ചെയ്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു. 50,000 ബാക്കിയുള്ളതാണ് കള്ളം പറഞ്ഞു. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണെന്നാണ് ആ കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഇല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നു. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ്. ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ. കണ്ടോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. ഇനി ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. സോ ഇതിലൊരു ഹെവി PR വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ഇത് PR വർക്കാണെന്ന് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ബിനു എന്നെ പറയുന്നത് അനു പറയുന്നത് കള്ളമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളെ ഏത് വിശ്വസിക്കണം? ബിനു പറയുന്നത് വിശ്വസിക്കണോ അതോ അനു പറയുന്നത് വിശ്വസിക്കണോ? കാരണം ഇതിപ്പം നിങ്ങൾ രണ്ടും കൂടെ ജനങ്ങളെ വോട്ടന്മാരാക്കുവാണോ? ഇത് നമ്മളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഈ ബിനുവിനെ ഉൾപ്പെടെ അല്ലേ, ബിനുവിനെ ഉൾപ്പെടെ അനുവിനെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തതാണ്. ബിനുവിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഈ പറഞ്ഞിട്ടുള്ള അനുവാണ് ഇപ്പം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ക്രൂശിക്കാൻ പോകുന്നതും ഏറിൽ പോകാൻ പോകുന്നതും അല്ലേ. ഇതിപ്പം അനു അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിപ്പം ബിനു തന്നെ പറഞ്ഞിട്ടുണ്ട് അനു വന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പുള്ളിക്കാരി തന്നെ പറയുമെന്ന്. അല്ലെ ബിനു ഇങ്ങനെ പറയില്ലായിരുന്നു. ബിനു എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടിട്ടു? ഇതിനെതിരെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടിട്ടു 10,000 രൂപ മാത്രമാണ് എനിക്ക് 11,000 രൂപ മാത്രമാണ് എനിക്ക് അനു തന്നിട്ടുള്ളത് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം കൊണ്ടിട്ടു. പക്ഷെ അനു അവിടെ പറഞ്ഞിട്ടുള്ളത് ബിനു കണ്ടയാണ്. അനു എന്താണ് പറയുന്നതെന്ന് ബിനുവിന് അറിയാം. അപ്പോൾ അത് കണ്ടിട്ട് ബിനു ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ബിനുവിൻ്റെ ഉദ്ദേശം എന്താണ്? പക്ഷെ അത് മോശമായിപ്പോയി കേട്ടോ. കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള അനുവിനെ ഒരു രൂപ പോലും മേടിക്കാതെ ഒരു കാലിച്ചായ പോലും മേടിക്കാതെയാണ് ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു സത്യം പറഞ്ഞാൽ ബിനു ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇനി ബിനു ഇല്ലെങ്കിൽ തന്നെ അനു കപ്പടിക്കും, അത് വേറൊരു കാര്യം. ഇതൊരു കോൺഫിഡൻസ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അനുവിന് സത്യം പറഞ്ഞാൽ ഈ ഒരു PR-ൻ്റെ പേജ് മാനേജ്മെൻറ്റോ പേജ് കൺട്രോളോ ഈ ഒരു ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ. കാരണം ഓൾറെഡി തന്നെ അനുവിന് ഒരുപാട് ഈ പറഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിൻ്റെ ഫാൻ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം അനു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഓൾറെഡി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നേനെ, അനുവിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വന്നേനെ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ബിനു ആകെ ചെയ്തിട്ടുള്ളത്
കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പും കുറച്ച് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പും അതൊക്കെ ക്രിയേറ്റ് ചെയ്തു. അല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇവിടെ ബിനു ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരു രൂപ പോലും ബിനു അർഹതപ്പെടുന്നില്ല. ഇത് ആ കൊച്ച് എത്രയും വർഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വന്ന കഷ്ടപ്പെട്ട ആ കൊച്ചിൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ആ കൊച്ചിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊടുത്ത സപ്പോർട്ട് കൊണ്ടാണ് ജയിച്ചത്. അല്ലാതെ ബിനുവിൻ്റെ PR കൊണ്ടിട്ട് മാത്രമല്ല ഈ അനു ജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു കാര്യം എനിക്കത് നന്നായിട്ട് തോന്നിയില്ല. അത് മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അല്ല ഒന്നുകിലും മിണ്ടാതിരിക്കണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. പൈസ ഇതൊക്കെ കണക്ക് പറയേണ്ട കാര്യം, ഇതൊക്കെ വന്ന് ഇപ്പം വന്ന് പറയേണ്ട കാര്യം എനിക്ക് 10,000 രൂപ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഇനി ബാക്കി ഇനി അതുകൊണ്ട് ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ തരണം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ തരണം എന്നുള്ള മുമ്പേ ഇനി അത് പറഞ്ഞു വെച്ചാണോന്നും എനിക്കറിയത്തില്ല. അങ്ങനെ വിചാരിച്ചാണോ ഇനി പറഞ്ഞു വെച്ചത്? എന്തായാലും അത് മോശമായിപ്പോയി. മീഡിയക്കാർക്ക് മുമ്പിൽ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ബിനു തന്നെ കൊടുത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പല ഇൻ്റർവ്യൂസിനകത്ത് ഞാൻ കണ്ടു അവിടെ ഇത്രയും ബുള്ളിങ്ങും ഇത്രയും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടിട്ട് അത് കൊടുത്തു. പുള്ളിക്കാരി അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതങ്ങ് അംഗീകരിച്ച് കൊടുത്താൽ പോരായിരുന്നോ? ബാക്കി വെളി ഇറങ്ങിയിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്താൽ പോരായിരുന്നോ? മീഡിയക്കാരെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് ഇപ്പം വീണ്ടും അതിൻ്റെ തലയിൽ ഈ പറഞ്ഞല്ലോ അതിനെ ഈ ക്രൂശിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി ചെയ്തത്. ഓക്കെ, ഇനി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആരാണ് ജനമനസ്സുകളിലെ വിന്നറെന്ന് ചോദിക്കുന്നുണ്ട്. അനുവാണോ അല്ലെങ്കിൽ അനീഷാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. PR കൊടുത്തിട്ടുള്ള അനുവാണോ PR കൊടുക്കാത്ത അനീഷാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയും അനു തന്നെയാണ്. കാരണം അനു ഇനി PR കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അനു തന്നെ. കാരണം ആ ഒരു ബിഗ് ബോസ് വീട്ടിലെ കോണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു തന്നെയാണ്. അപ്പം അനു തന്നെ അവിടെ കപ്പടിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ അനീഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിനും നല്ല രീതിയിലുള്ള PR, വ്യക്തമായിട്ടുള്ള PR അനീഷിന് ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനും അനീഷിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ അത് ഓരോ ആൾക്കാരെ പേഴ്സണലായിട്ടുള്ള അവരെ പേഴ്സണലാണ്. അത് കൊടുക്കണോ വേണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ അനുവിനെ പോലത്തുള്ള ആൾക്കാർ എന്തുകൊണ്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കൊക്കെ അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഷെയർ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. പക്ഷേ അനീഷിനെ പോലത്തുള്ള ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസിൽ നിന്നൊന്നും വന്നതല്ല. അപ്പം പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇത് കാണും. ചിലപ്പം പുള്ളിക്ക് അതിനകത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് പേഴ്സണലായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് പുള്ളിക്കാരന് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അത് ഷെയർ ചെയ്യാഞ്ഞത്. അല്ല പിന്നെ ഈ പറഞ്ഞുള്ള കുത്തിയിരുന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് കൊടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുള്ള സമയം കിട്ടിയിട്ടില്ലെന്നാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലേ 2 ദിവസം മുമ്പാണ് എനിക്ക് കോൾ വന്നതെന്ന്. എന്തുവാണ് ഇതൊക്കെ? അതൊക്കെ ഇൻ്റർവ്യൂവിൽ പൊളിഞ്ഞ് ആങ്കർ എന്തായാലും അതൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനീഷിൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്നതല്ല. അനീഷ് എന്ന വ്യക്തി എനിക്ക് ഇഷ്ടമാണ്, അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്. ഈ പറഞ്ഞിട്ടുള്ള ചീത്ത വിളിക്കാനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ പോകാത്തൊരു വ്യക്തിയാണ്. പക്ഷേ അനീഷ് നല്ല രീതിയിലൊരു ഗെയിം അവിടെ കളിച്ചു. അനീഷിൻ്റെ നല്ല രീതിയിൽ ഗെയിം വ്യക്തമായിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടുള്ള PR ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ വന്നത്. അത് ഈ 100 ദിവസവും ഞാൻ പാലിച്ചു അനുമോള്. അപ്പം ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത് അനുവാണോ ഇനി കള്ളം പറഞ്ഞത്, അനുവിൻ്റെ ഫാമിലിയാണോ കള്ളം പറഞ്ഞത്, അനുവിൻ്റെ ഈ PR ആണോ കള്ളം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് അനു തന്നെ ക്ലിയർ ചെയ്യണം ജനങ്ങളെ മുമ്പിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനു അവിടെ വെച്ച് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഇവിടെ ഇൻസ്റ്റഗ്രാം വെളിയിറങ്ങി ഈ ചേച്ചിയൊക്കെ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് വന്ന എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത് അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിനു പബ്ലിക്കിൽ വന്ന് പറഞ്ഞ് അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൽ കുറച്ച് വാസ്തവവിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരി ക്ലിയർ ചെയ്യണം കേട്ടോ. ഇവിടെ ആരാ കള്ളം പറഞ്ഞതെന്ന് പുള്ളിക്കാരി തന്നെ അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. കാരണം ഇത് നിങ്ങളെ ജയിപ്പിക്കാനെ കൊണ്ട് ഞാൻ ഉൾപ്പെടെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്തുണ തന്നെയാണ്. ജയിപ്പിക്കാനെ കൊണ്ടല്ല ഈ പറഞ്ഞിട്ടുള്ള അത് ജയവും തോൽവിയൊക്കെ അത് വേറെ. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള നിങ്ങളെ പ്രവൃത്തികളും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ തിരിയുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞങ്ങളെപ്പോലത്തുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ അനീഷ് ഇപ്പം PR ബലത്തിലാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജനമാണോ അവിടെ ജയിപ്പിച്ചെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഏഷ്യനെറ്റുകാർ തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യക്തമായ. അതിനകത്ത് അവർ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്
വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയ് കിരീടം ചൂടിയ അനുമോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അത് ആദ്യം മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന അനുവിൻ്റെ ഭൂരിപക്ഷം 57.3, അനീഷിന് 42.7%. 15% വോട്ടിംഗ് വ്യത്യാസമാണ് ഇവിടെ തമ്മിലുള്ളത്. ഇവിടെ ഇപ്പം PR വിചാരിച്ച എന്തോ കേരളം തലകുത്തി മറിച്ച് വയ്ക്കുമെന്ന് പറയുന്ന ആൾക്കാരോട് PR വിചാരിച്ചാൽ എത്ര വോട്ട് മറിക്കാൻ പറ്റും? നിങ്ങൾ ഒരു 10,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങളൊരു ഒരാടത്ത് കൊണ്ടു കൊടുക്കുവാണ്, അയാളൊരു 3000 മാക്സിമം, അല്ലെങ്കിൽ ഒരു 4000 പോട്ട് 5000 പേരെങ്കിലും കൂടിപ്പോയി ഒരു 5000 പേരെങ്കിലും കൊണ്ട് അങ്ങാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അത്രയും കൊണ്ട് ജയിക്കുമോ? അത്രയും കൊണ്ടായോ ഈ 15%? 3 ലക്ഷം, ഏകദേശം 2.5-3 ലക്ഷം വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം. ഇത് ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് കാണാൻ വേണ്ടി തന്നെ ഒരു കൂട്ടം ഓഡിയൻസ് ഇതിനുണ്ട്. അവർ വിചാരിച്ചാലേ ഇവിടെ ആര് വിന്നർ ആവണ്ടെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസ് പ്രേക്ഷകർ കൊടുക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇനി അവിടെ PR കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മലമറിച്ചെന്ന് പറഞ്ഞിട്ടോ ഇവിടെ ആരും ജയിക്കാനും പോകുന്നില്ല, കപ്പടിക്കാനും പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അടുത്തത്, ബിഗ് ബോസ് ഹൗസിലെ ഒരു ടാസ്കിൽ പോലും വിജയിക്കാത്ത അനുമോൾ വോട്ട് നില പോലും കാണിക്കാതെ വിജയിയെ പ്രഖ്യാപിച്ചത് ശരിയായ തീരുമാനമാണോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വോട്ടിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചല്ലോ, ഇതിൽ കൂടുതൽ എന്ത് കാണിക്കാനാ? വോട്ടിൻ്റെ പെർസെൻറ്റേജ് നല്ലപോലെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഏഷ്യനെറ്റുകാർ തന്നെ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ടാസ്ക് വിജയിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഒരു കപ്പ് അർഹതപ്പെട്ട ഒരാൾ എന്ന് അതൊരിക്കലും ഡിസർവ് എന്ന് പറയാൻ പറ്റത്തില്ല. ടാസ്ക് ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് എൻ്റർടൈൻമെൻ്റായിട്ട് കൊടുക്കുന്നതാണ്. ഇത് സർവൈവ് ചെയ്യുന്ന ഷോ ആണ്. ആരാണ് സർവൈവ് ചെയ്ത് മുമ്പിൽ വരുന്നത് അവരെ കപ്പടിക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ എവിടെ ടാസ്ക് വിൻ ചെയ്ത് അഖിൽമാരാർ കപ്പടിച്ചില്ലേ? ടാസ്ക് ബേസിലൊന്നും അല്ല. അടുത്തത്, എന്ത് കാട്ടിക്കൂട്ടിയാലും പുറത്ത് PR ഉണ്ടെങ്കിൽ കപ്പടിക്കാം എന്ന് തെളിയിച്ച സീസണാണിതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്ത് കാട്ടിക്കൂട്ടിയാലും അങ്ങനെ കപ്പടിക്കാമെന്നുള്ളൊരു ചിന്തയൊക്കെ വ്യാമോഹമാണ്. നിങ്ങൾ അവിടെ പോയി വല്ലതും കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ, നിങ്ങളവിടെ പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്കതെന്തെങ്കിലും ഗുണം ചെയ്യത്തുള്ളൂ. അല്ലാതെ PR ഉണ്ടെന്ന് പറഞ്ഞ് PR കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് ഇവിടെ PR കൊടുത്തിട്ട് അവിടെ ചെന്ന് കിടന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ PR എന്തെടുത്ത് വെച്ച് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങുന്ന ഇത് വിഷ്വലും എടുത്തിട്ട് റീൽസിനകത്ത് എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേ ഒരു പാട്ട് വിട്ടിട്ട് മറ്റേ രാജാവ് വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വിട്ടിട്ട് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങി നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ജനങ്ങളുമായിട്ടൊരു ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ വിജയിക്കാൻ പറ്റൂ. അല്ലാതെ PR കൊടുത്തെന്നും പറഞ്ഞൊന്നും ജയിക്കാൻ പോകുന്നില്ല. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.